കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7ാമത്തെ മൊഴി ഇപ്രകാരമായിരുന്നു. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. ഫാദർ, ഇൻ യുവർ ഹാൻഡ്സ് ഐ പ്ലേസ് മൈ സ്പിരിറ്റ്. യേശു കർത്താവ് തൻ്റെ ക്രൂശ മരണത്തിനുള്ള സമയം അടുത്തു വരുന്നു എന്ന് ഗ്രഹിച്ച ഉടനെ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പ്രാണനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യം. അതിൻ പ്രകാരം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രൂശിൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചു. സ്വന്തം ജീവനെ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് തൻ്റെ പിതാവിൻ്റെ കയ്യിൽ യേശു കർത്താവ് ഭരമേൽപ്പിച്ചു. 3-ാം ദിവസം ആ ജീവൻ ക്രിസ്തു തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ യേശു നമുക്ക് വേണ്ടി മരണത്തിൻ്റെ കയ്പ് അനുഭവിക്കുവാൻ തുടങ്ങി. ഇന്ന് ക്രിസ്തു മരണത്തെ ജയിച്ചവനായി സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്നു. 3 ദിവസത്തിനപ്പുറം മരണത്തിന് യേശു കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ സാധിച്ചില്ല. കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാക്കുന്നതാണ്. ആ പ്രത്യാശയോടുകൂടി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഇന്നുവരെയും നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷണിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ രക്ഷിതാവായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.